ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇത് നമ്മൾ വന്ന ടൈമിൽ ഞങ്ങൾ വേളി ബീച്ച് ഒന്ന് കാണാൻ പോയിരുന്നു. അപ്പോൾ പോകുന്ന വഴി പറയുന്നുണ്ടായിരുന്നു നമുക്ക് കയറി ചായയും അഴക്കപ്പം കഴിച്ചിട്ട് പോയാലോ. അപ്പോൾ ഞാൻ കരുതി ഇക്കൊക്കെ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഇതുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ ചായയും വഴക്കപ്പം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കാറിലിരുന്ന് വിളിച്ചു പറയും വാഴക്കപ്പം വാങ്ങിച്ചു വെച്ചു എന്ന് പറയും കേട്ടോ. അങ്ങനെ നാത്തൂൻ്റെ വീട്ടിലിറങ്ങി ചായയൊക്കെ കുടിച്ച് അവിടുന്ന് അവർ രണ്ട് മക്കളെയും പൊക്കിയെടുത്തിട്ടാണ് കേട്ടോ പറയൂ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കട്ടെ. എൻ്റെ നാത്തൂൻ്റെ മൂത്ത മോള് അവളിങ്ങനെ വീഡിയോ ഒക്കെ ഒരുങ്ങുന്നതൊക്കെ ഇങ്ങനെ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി കളിയാക്കിയൊക്കെ ചിരിച്ചൊക്കെ ആ ഒരു ഇതിൽ വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ വേലയെത്തി. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് 5 രൂപയും പിന്നെ വലിയ ആൾക്ക് 20ഓ 30ഓ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അന തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു സഹ്ലാമിക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനം എന്താ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിത് കാണുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടെന്ന്. ഞാനിത് ഷോർട്സായിട്ട് ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചിരുന്നു വിത്ത് കിട്ടിയിരുന്നു. ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഇതിൻ്റെ വിത്തുകളൊന്നും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചു. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്ത് ഉണങ്ങിയ പൂവിൻ്റെ വിത്തെങ്കിലും എടുത്തു തരുമെന്ന് ചോദിക്കാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇക്കായും കുറേയും വേറെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കാം, എന്തിനാണ് ഇത് വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് തിരിച്ചു വന്നപ്പോൾ റീംസിലൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ മുമ്പ് ഞാൻ വേളി ബീച്ചിൽ വന്നിട്ടുണ്ട്. അന്ന് ഇത്രയും പുരോഗമനമൊന്നുമില്ല എങ്കിലും വർഷങ്ങളായി, ഒരു 3-4 വർഷത്തോളമൊക്കെ ആയി ഞാൻ പോയിട്ട്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു വികസനം അവിടെ വന്നതായിട്ട് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന, ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റുന്ന ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബീച്ചിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഈ ഒരു നടപ്പാടമുണ്ട്. ആ പാലത്തിനിടയിൽ കൂടി ആ ട്രെയിനിന് പോകാനായിട്ടൊരു റെയിൽ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളാദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായൊരിതുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു വാ നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. ഇത് കണ്ടില്ലേ, മരുമക്കളും മാമായും കൂടി ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കുന്നത്. അങ്ങനെ ബീച്ചിലൊക്കെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്നേക്ക് ശേഷം നമ്മൾ തിരിച്ച് നടന്നു വരികയായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ ചരട് ഇങ്ങനെ വെളിയിൽ കിടന്നപ്പോൾ ഞാനിത് ഉള്ളിലോട്ടാക്കി വെച്ചെടുത്തേ. അപ്പോൾ എൻ്റെ മോൻ തിരിഞ്ഞ് നോക്കേ, ഇതാരാ എന്നെ പിറകിൽ പിടിച്ചതെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ വാപ്പായും മോനും കൂടി ഇങ്ങനെ തോളിലേറ്റി ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് ബീച്ചിലൊക്കെ പോകുന്നത്. എൻ്റെ മോന് പിന്നെ പറയണ്ട, ആദ്യമായിട്ട് കളിക്കാനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒന്നിറങ്ങും അടുത്തതിലോടും. അവിടെ നിന്ന് ചിലത് പേടിയാവും, അപ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഓരോന്നിലും കയറി ഇറങ്ങി കളിക്കുകയായിരുന്നു. അവരും കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവർക്കായിട്ടുള്ളൊരു പാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഊഞ്ഞാലാടുക, സ്വിങ്ങിൽ കളിക്കുക, അങ്ങനെ അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിലിതായിരുന്നു, അതിൻ്റെ വിത്തൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വിത്തൊന്ന് ഇരുന്ന്. ഇപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും ചെടി ഉണ്ടെങ്കിൽ അത് എനിക്ക് കൊണ്ട് വെക്കാമായിരുന്നല്ലോ, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും. ചിലതൊക്കെ കിട്ടാറുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് കൂട്ടാം, അത്രയേ ഉള്ളൂ. അപ്പം നല്ല രസമായിരുന്നു. ഹൈസൂന് അതിനെടുത്തപ്പോൾ ഹൈസൂന് പേടിയായിരുന്നു. പക്ഷേ ഇതിൽ ഹനാടോടെ കളിക്കാൻ ഹൈസൂന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അധികം കയറ്റാൻ പറ്റിയിട്ടില്ല, കാരണം തെന്നിങ്ങാനും, കാരണം സൈഡില്ലല്ലോ. അപ്പം വെറുതെ ഒരു ആക്സിഡൻറ്റിന് വഴി ഒരുക്കണ്ടെന്ന് കരുതി അധികം അങ്ങനെ കളിപ്പിച്ചില്ല അതിൽ. പിന്നെ വാപ്പിയും മോനുമായിട്ട് ഇങ്ങനെ ഊഞ്ഞാലടിക്കുന്നത്. അവനിങ്ങനെ ആരെങ്കിലും അവൻ്റെ കൂടെ വേണം, ഏതെങ്കിലും കളിപ്പാട്ടങ്ങളിൽ കയറണം, കളിക്കണം, ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഹൈസൂന് തീരെ ബീച്ചിൽ നിന്നും ആ ഒരു പാർക്കിൽ നിന്നും വരാനേ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എപ്പോഴും അവനിങ്ങനെ പുറത്ത് കൊണ്ടുപോകാറില്ല. ഇങ്ങനെ വരുന്ന ടൈമിൽ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പാർക്കൊക്കെ ഉള്ളൊരു ബീച്ചിൽ ഹൈസു ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അല്ലാതെ നമ്മുടെ ഈ വർക്കല ബീച്ചിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുത്തി കളിപ്പിക്കാറുണ്ട്. അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ റീംസിലോട്ടാണ് കേട്ടോ പോയത്. അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.